എഴുതിയത് നമ്മൾ വേറെ ചരിത്ര രേഖകൾ പുറത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ മറ്റൊരു വീഡിയോ 1-2 വീഡിയോസ് വന്നിട്ട് അത് കണ്ടാൽ മതി. എന്തായാലും ഹരിവരാസനം എഴുതിയെന്ന് അവകാശപ്പെടുന്ന കുടുംബത്തിലുള്ള ജാനകിയമ്മയുടെ അച്ഛനായിട്ടുള്ള ഹരിഹര അനന്തകൃഷ്ണ അയ്യർ അമ്പലപ്പുഴ, അദ്ദേഹവും അവിടെ 1920 കാലഘട്ടത്തിൽ വെളിച്ചപ്പാടായിട്ടുണ്ടായിരുന്നു. പിന്നെ 1920 അത് കഴിഞ്ഞിട്ടാണ് 20 കഴിഞ്ഞ് 44 വരെ 10-24 വർഷക്കാലം കൊട്ടാരക്കര ഹരിഹര അയ്യർ അവിടെ ഉണ്ടായിരുന്നു, വെളിച്ചപ്പാടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാലയിലെ ഭാസ്കര അയ്യർ ഏകദേശം 1980 വരെ അവിടെ ശബരിമലയിൽ വെളിച്ചപ്പാടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വെളിച്ചപ്പാടായിട്ടുണ്ടായിരിക്കുന്നവരുടെ ജോലി അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന കർമ്മം, ജോലി എന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം ദൈവിക കാര്യങ്ങളാണ്, കർമ്മം അവരെ കാണാൻ വരുന്ന വിശ്വാസികൾക്ക് ആവശ്യമായ പരിഹാര ക്രിയകൾ പലപ്പോഴും പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ വളരെ കൃത്യമായി വെളിച്ചപ്പാടിന്റെ ഒരു കാഴ്ചപ്പാട് ശബരിമലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ വെളിച്ചപ്പാട് ആരും തുള്ളുന്ന കഥയില്ലായിരുന്നു. ഈ വെളിച്ചപ്പാടുകളെ സംബന്ധിച്ചിടത്തോളം അവർ മിക്കവാറും ശബരിമലയിൽ തന്നെ പലരും താമസിക്കുന്ന രീതി വന്നിട്ടുണ്ട്. കുടുംബജീവിതം പലപ്പോഴും അവർ ഒഴിവാക്കി, കുടുംബമുണ്ട്, അതാണല്ലോ പിന്നെ ഹരിഹര പിന്നെ അനന്തകൃഷ്ണ അയ്യർക്കൊക്കെ മകളൊക്കെ വരില്ലല്ലോ, എല്ലാവർക്കും കുടുംബജീവിതമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു ദൈവികമായ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വെളിച്ചപ്പാടെല്ലാം അവിടെ വന്നിട്ടുള്ളത്. ഇതിനിടയിൽ 1980 കഴിയുമ്പോഴാണ് ഇനി വെളിച്ചപ്പാടിന്റെ ആവശ്യമില്ല എന്നൊരു തീരുമാനം അവിടെ വരുന്നത്. അപ്പൊ 72 മുതൽ ദേവസ്വം ബോർഡ് 72 മുതൽ എടുത്താൽ ശബരിമലയുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കാര്യമായ മാറ്റം വന്ന വർഷങ്ങളാണ് 70 മുതൽ 80 വരെ.